യാത്ര വെറുതെയായില്ല, തുറമുഖം സതീശനിൽ ഭദ്രം. വോട്ടെണ്ണലിന് 2 ദിവസം മുൻപ് വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് പോയി. ആ യാത്ര മൂകാംബിക ദർശനത്തിനായിരുന്നുവെന്നാണ് വി.ഡി. സതീശന്റെ വിശദീകരണം. എന്നാൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇതുവരെയും ചുരുൾ അഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ച് ആനയിച്ചത് JDSന്റെ മുൻ MLA ആയ BM ഫാറൂഖ് ആയിരുന്നു. മാത്രമല്ല, സതീശൻ ആ യാത്ര നടത്തിയത് കേരളത്തിലെയും കർണാടകത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിക്കാതെ ഒരു രഹസ്യ യാത്രയായിരുന്നു. സതീശന്റെ ഒപ്പമുണ്ടായിരുന്നത് ശബരിമല സ്വർണക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ആളായ K. റജികുമാർ ആയിരുന്നു. എന്തിനായിരുന്നു മംഗലാപുരത്തേക്ക് അദ്ദേഹം ഈ യാത്ര പോയതും ദുരൂഹമായ ചില കൂടിക്കാഴ്ചകൾ നടത്തിയതും എന്നുള്ളത് ഇപ്പോഴും പ്രസക്തമായ ഒരു ചോദ്യമായി ശേഷിക്കുകയാണ്. വി.ഡി. സതീശൻ മംഗലാപുരത്ത് കൂടിക്കാഴ്ച നടത്തിയവരിൽ ഏറ്റവും പ്രമുഖനായ ആൾ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് കിഷോർ ആൽവെയാണ്. കിഷോർ ആൽവയുമായി അദ്ദേഹം മണിക്കൂറുകൾ നീണ്ട സംഭാഷണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചതെന്നും നമുക്ക് വ്യക്തതയില്ല. എന്താണ് ഇവർ തമ്മിലുള്ള ഡീലെന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സതീശനാണ് തുറമുഖ വകുപ്പ് എങ്കിൽ, അല്ലെങ്കിൽ സതീശൻ പറയുന്ന വാക്കുകളെ ശിരസാ വഹിക്കുന്ന ആരെങ്കിലുമാണ് തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളി നടക്കും. കാരണം കഴിഞ്ഞ തവണയും പിണറായി ഇതേ രീതിയിൽ തന്നെയാണ് തുറമുഖ വകുപ്പ് ഭരിച്ചത്. അഹമ്മദ് ദേവർകോവിലായിരുന്നു തുറമുഖ വകുപ്പിന്റെ ചുമതല. പിന്നീട് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വകുപ്പ് ഏറ്റെടുത്തു. 2 പേരിലും പിണറായി വിജയന്റെ വലിയ സ്വാധീനം ഉള്ളതാണ്. അതായത് പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ഈ 2 പേരും പോവില്ല. അതുപോലെ തന്നെ ഇത്തവണ സതീശൻ സ്വന്തമായി തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നമുക്ക് അറിയുന്നതനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനവും ധനമന്ത്രി സ്ഥാനമേ ഉള്ളൂ. തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം വകുപ്പ് വിഭജന ഘട്ടത്തിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇനി സതീശൻ നേരിട്ട് ഈ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തില്ല എങ്കിൽ തന്നെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ നടത്തിയതുപോലെ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡമ്മി മന്ത്രിയായിരിക്കും അദ്ദേഹം അവിടെ വെക്കുക. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ കളി നടക്കുന്നത്. സിംഗിൾ പോയിന്റ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഡീലാണ് അവിടെ നടക്കുന്നത്. അതായത് അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരാളെ മാത്രം കണ്ടാൽ മതി. അതായത് മുഖ്യമന്ത്രിയെ കണ്ടാൽ മതി, ബാക്കിയെല്ലാം ക്ലിയർ ആകും. മുഖ്യമന്ത്രി ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉടനടി പരിഹരിച്ചു കൊടുക്കും. അങ്ങനെയാണ് കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടത്. ഈ അഹമ്മദ് ദേവർകോവിലിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും വെറും റബ്ബർ സ്റ്റാമ്പുകളാക്കി മാറ്റിക്കൊണ്ടായിരുന്നു പിണറായി വിജയൻ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയത്. അത്തരത്തിലുള്ള ഒരു ഇടപാട് തന്നെയാണ് ഇത്തവണ സതീശനും നടത്താൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ മംഗലാപുരത്ത് എത്തി കിഷോർ ആൽവയെ കണ്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ എന്തിനാണ് സതീശൻ കിഷോർ ആൽവയെ പോലുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാനെ പോയി കാണുന്നത് എന്നുള്ള സ്വാഭാവിക സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അതിൻ്റെ ഉത്തരം ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. സിംഗിൾ പോയിന്റ് കോണ്ടാക്റ്റിന് വേണ്ടി തന്നെയാണ്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരിട്ട് ആ വകുപ്പ് മന്ത്രിമാരെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശനെ അറിയിക്കുക. വി.ഡി. സതീശൻ അവിടെ ഉടനടി പോംവഴി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക വശം എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലാണ് ഒരുപക്ഷെ അതിൻ്റെ ഡീലുകൾ നടക്കുക. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി.ഡി. സതീശന് അദാനി ഗ്രൂപ്പിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചവരോട് ഉത്തരം ഒന്നേ ഉള്ളൂ, അത് സിംഗിൾ പോയിന്റ് കോണ്ടാക്ട് തന്നെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.